ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള മണ്ണിടിഞ്ഞതിന് ശേഷം ഈ മരണപ്പെട്ട സംഭവത്തിലേക്ക് അതിൽ ആധാരമായുള്ള സംഭവത്തെക്കുറിച്ച് എല്ലാ മന്ത്രിമാരും ഇവിടെ പോയി പറഞ്ഞ കാര്യം ഇത് മനുഷ്യനിർമ്മിതമാണെന്നാണ്. എന്നുവെച്ചതിൻ്റെ അർത്ഥം ആരെങ്കിലും മനുഷ്യരായിട്ടുള്ള ആൾക്കാരുടെ ശ്രദ്ധ കുറവുണ്ടായ കാര്യമാണെന്നാണ്. അതിന് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? തുരങ്കപാത ഇത് വേണ്ടെന്ന് വെച്ചു. തുരങ്കപാത വേണമെന്നുള്ളത് വയനാട് ജില്ലക്കാരുടെയും കോഴിക്കോട് ജില്ലക്കാരുടെയും ദീർഘകാലത്ത് അവരുടെ ഒരു സ്വപ്നമാണ് ഈ തുരങ്കപാത വേണമെന്നുള്ളത്. മണ്ണിടിഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടായതിൻ്റെ പേരിൽ, മരണം സംഭവിച്ചതിൻ്റെ അവിടുത്തെ ശ്രദ്ധയില്ലാത്തതിൻ്റെ പേരില്ല. ജൂൺ മാസത്തിൽ കളക്ടർ ഏറ്റവും അവസാനം പറഞ്ഞ ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ നിർവഹണത്തിൽ ജൂൺ മാസത്തിൽ പറഞ്ഞത് ഈ മണ്ണ് മാറ്റണം എന്നാണ്. എന്നിട്ട് മാറ്റിയോ? വിദഗ്ധ സമിതി ഏതാണ്ട് ഒരു 10-15 ദിവസക്കാലം അവിടെ പോയി പരിശോധിച്ചതിന് ശേഷം ഈ മണ്ണ് അടിയന്തരമായി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അവസാനം കളക്ടറുടെ നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണ സമിതി ആ മണ്ണ് മാറ്റണം എന്ന് അന്ത്യശാസനം കൊടുത്തു. എന്തേ മാറ്റാത്തത്? എന്ത് കാരണത്താൽ മാറ്റിയില്ല? ആ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്കാരും എല്ലാം കേരള ഗവൺമെൻറ് കീഴിലുള്ളതല്ലേ? കേരളത്തിലെ PWD എന്ന് വെച്ചാൽ മെയ് മാസത്തിൽ ഭരണം ഏറ്റെടുത്തല്ലോ. കേരളത്തിലെ PWD എന്ന് പറഞ്ഞാൽ PWDക്ക് മിനിസ്റ്റർ ഉണ്ടല്ലോ. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വിവരം എന്താണ് വെച്ചിട്ട് ഈ മണ്ണ് മാറ്റാൻ ആവശ്യമായിട്ടുള്ള കാര്യം ചെയ്യാത്തത്? അപ്പം മണ്ണ് മാറ്റാതെ അവിടെ ഉണ്ടായിട്ടുള്ള ഈ അപകടത്തിൻ്റെ പേരിൽ ഈ തുരങ്കപാത വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇന്ത്യക്കകത്തുള്ള ഈ നമുക്ക് ആവശ്യമായിട്ടുള്ള കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഈ ബീഹാറിലെ ഏറ്റവും കൂടുതൽ, ബീഹാർ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൊക്കെയാണ്. അവിടെ മരിക്കുന്ന ആളെന്തോരാണ്? ലോകത്തിലെമ്പാടുമുള്ള കൽക്കരി ഖനികളിൽ ലോകത്തിലെമ്പാടും തന്നെ മരണം ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട്. കാരണം ഈ ഖനി ഇടിഞ്ഞിട്ട്. ഇന്ത്യയിലാണെങ്കിൽ വളരെ പ്രാകൃത, അതിൻ്റെ പേരിൽ ഖനിയെല്ലാം അടച്ചു. നിങ്ങൾ കോളാർ സ്വർണ്ണഖനി എടുത്തു നോക്കണം. സിനിമ തന്നെയുണ്ടല്ലോ. ആ KGF എന്നുള്ള സിനിമ തന്നെ കോളാറിലെ സ്വർണ്ണഖനിയെക്കുറിച്ചുള്ളതാണ്. ആ സ്വർണ്ണഖനിക്കകത്ത് എത്രയോ വീഴും, എത്രയോ മനുഷ്യന് യഥാർത്ഥത്തിൽ മൃഗസമാനമായ രൂപത്തിൽ, മനുഷ്യരുടേതല്ലാത്ത രൂപത്തിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടെ ഖനി ഉണ്ടായതിൻ്റെ പേരിൽ നമുക്ക് ഇത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത്, കേരളത്തിൻ്റെ അകത്തും ഒക്കെ പലപ്പോഴും പാലം നിർമ്മിക്കുന്നുണ്ട്. പാലം നിർമ്മാണത്തിനിടയ്ക്ക് മരണം സംഭവിക്കാറില്ലേ? അപകടം ഉണ്ടാവില്ലേ? റോഡ് നിർമ്മിക്കുമ്പോൾ ഉണ്ടാവാറില്ലേ? അതുകൊണ്ട് ഇതെല്ലാം നിർത്തിവെക്കാൻ പറ്റും? അതായത് കേരളത്തിൻ്റെ അകത്ത് നേരത്തെ ഈ 10 വർഷക്കാലത്തെ ഗവൺമെൻറ് ചെയ്തതെല്ലാം മഹാ അപരാധമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ, എറണാകുളം ജില്ലയെ സംബന്ധിച്ചൊരു കണക്ക് തന്നെ നമ്മുടെ പത്രത്തിൽ വന്നിട്ടുണ്ട്. 4000 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ തവണ ഈ ജില്ലയ്ക്കകത്ത് സൗജന്യ റേഷൻ അനുവദിച്ചത്. ആ സൗജന്യ റേഷൻ അനുവദിച്ചിട്ട് ആ സൗജന്യ റേഷൻ ഈ തവണ കിട്ടിയോ? എന്താ കിട്ടിയില്ലെങ്കിൽ? അതായത് മത്സ്യത്തൊഴിലാളി സംഘടനയും അതോടൊപ്പം തന്നെ LDFും ഈ ആവശ്യം ഉന്നയിച്ചു. കാരണം അത് തുടക്കത്തിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല, മനസ്സിലായി. കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു, കൊടുത്തില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സമയത്ത് ഒരു ചെറിയ ധനസഹായം കൊടുത്തിരുന്നു. ഏതാണ്ട് ഇത്രയും തന്നെ ആൾക്കാരുണ്ട്. കൊടുത്തോ? കൊടുത്തില്ലല്ലോ. കേരളത്തിലെ ഗവൺമെൻറ് അധികാരമൊഴിയുമ്പോൾ 6000 ചില്ലുവാനം കോടി രൂപ ഈ സതീശൻ്റെ കൂടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഈ 6000 കോടി റുപ്യ ഞാൻ സെക്രട്ടേറിയറ്റിലും കണ്ടില്ല, ഇതങ്ങനെ കൂട്ടി വെച്ചിരിക്കുക സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത്, കേരളത്തിൻ്റെ അകത്ത് 2 ലക്ഷത്തോളം കോടി റുപ്യയുടെ ബജറ്റ് അവതരിപ്പിച്ചു. 2 ലക്ഷം കോടി റുപ്യ വരവും 2 ലക്ഷം കോടി ചെലവിനെ സംബന്ധിച്ചുള്ള കണക്കിൻ്റെ വിശദാംശങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ അർത്ഥം ഈ 2 ലക്ഷം കോടി റുപ്യ എന്ന് പറഞ്ഞ ഒരു മുറിയുടെ അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണോ? അല്ല, അത് കണക്കിലാണത്. അങ്ങനെയാണ് ഇതിൻ്റെ ഏർപ്പാട്. അപ്പോൾ കേരളത്തിൽ ഈ ഞാൻ പറഞ്ഞ ഈ ജില്ലയ്ക്കകത്ത് 4000 മത്സ്യത്തൊഴിലാളികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ 2000 രൂപ വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു ജില്ലയിൽ തീരദേശത്ത് ആകെ എടുത്തു കഴിഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളിക്ക് ലഭിക്കേണ്ട ഒരു ചെറിയ പൈസ, ചെറിയ സഹായം, ആ സഹായം കൊടുക്കാൻ ഒരു കാരണവശാലും തടസ്സം പാടില്ല. കൊടുക്കണ്ടേ? എന്തേ കൊടുക്കാത്തത്? അപ്പോൾ അതീവ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുണ്ട്. ആ സമയത്ത് വേറെ എന്താണെന്ന് അറിയാം, മത്സ്യത്തൊഴിലാളി പറ്റിക്കാൻ വേണ്ടി കുറേ അധികം സ്കീം ഈ പുതിയ ബജറ്റിൽ എടുത്തിട്ടുണ്ട്. ആ ബജറ്റിൽ ഞാൻ ഈ ബജറ്റിൻ്റെ ആ ദിവസം തന്നെ ഏതാണ്ട് ഒറ്റയടിക്ക് ഈ ബജറ്റ് ഞാൻ വായിച്ചു തീർത്താൽ, ഇത്രയും ചെറിയൊരു ബജറ്റ് ഇപ്പോൾ ശർമ്മസാവൊക്കെ നേരത്തെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ആൾ ഇത്രയും ചെറിയ ബജറ്റ് അവതരിപ്പിച്ചിട്ടേ ഇല്ല. എനിക്കൊരു ആവശ്യത്തിന് വേണ്ടി വേഗം വായിക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് മിഷൻ സമുദ്ര. അതാണ് മിഷൻ സമുദ്ര എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ അകത്തുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് 400 കോടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ മിഷൻ സമുദ്രയിൽ സമുദ്രവുമായി ചേർന്ന അല്ലെങ്കിൽ കായലുമായി ചേർന്ന ലക്ഷക്കണക്കായ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത മാർഗത്തെക്കുറിച്ച് പരാമർശമില്ല. കോർപ്പറേറ്റൈസേഷനാണ്.
വലിയ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് എങ്ങനെയാണ് മത്സ്യ മേഖലയ്ക്കകത്തും അതുപോലെ തന്നെ ഈ സമുദ്ര മേഖലയ്ക്കകത്തും അവർക്ക് എന്ത് പരിപാടി ചെയ്യാം, അവരെങ്ങനെ പ്രൈവറ്റ് ഉപയോഗിക്കാം എന്നാണ് ഈ മിഷൻ സമുദ്ര എന്നറിയപ്പെടുന്ന പദ്ധതി. നിങ്ങൾ സമാനമായ വേറെ പദ്ധതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയ്ക്കും കൊല്ലത്തിനിടയ്ക്കുള്ള ഭാഗത്ത് പുതിയ റയർ എർത്ത് കോറിഡോർ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. എന്തെല്ലാം വൃത്തികേടായി കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിൽ ഒരിക്കലും ഈ മിനറൽസ്, ധാതുക്കൾ, പ്രത്യേകിച്ച് റയർ എർത്ത്, അപൂർവ ധാതുക്കൾ, ഈ അപൂർവ ധാതുക്കൾ, ബോണസൈറ്റ്, ഇൽമനൈറ്റ്, ഈ അപൂർവ ധാതുക്കളുടെ ഖനനത്തിന് വേണ്ടി പ്രൈവറ്റ് ഏജൻസിയെ കേരളത്തിൽ LDF ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടേ ഇല്ല. ഒരു തവണ ഒരു കൂട്ടർക്ക് ഏർപ്പെടുത്തി. അതാരാന്നറിയോ? UDF തന്നെയാണ്. അതാണ് ഈ CMRL കമ്പനി കൊടുത്തത്. CMRL കമ്പനി കൊടുക്കുക മാത്രമല്ല, KSIDCയുടെ കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ്റെ അവർക്ക് എത്ര 20%, 15%, 30% ഇതുണ്ട്. അത്രയും ഷെയർ എന്ന് വെച്ചതിൻ്റെ അർത്ഥം ആ ഷെയർ ഈ CMRL കമ്പനിയുടെ ഷെയർ അവർക്കുണ്ട്. അങ്ങനെ വാങ്ങിച്ചു കൊടുത്താരാ? കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അല്ലാണ്ട് വേറെ ആര്? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്താണ്, അല്ലെങ്കിൽ അതിന് മുമ്പ് തൊട്ട് മുമ്പത്തുള്ള ഗവൺമെൻറ് കാലത്ത് ആ ഗവൺമെൻറ്റാണ് മിനറൽസ്, അപൂർവ ധാതുക്കൾ, റയർ എർത്ത് ആദ്യമായി ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഖനനം ചെയ്യാൻ വേണ്ടി കൊടുത്തത് ഇവരാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ ഈ വ്യവസായം നടത്താൻ വേണ്ടിയിട്ട്, ഈ വ്യവസായം തുടങ്ങാനും വ്യവസായം നടത്താനും സഹായിച്ച ഏകയാള് കുഞ്ഞാലിക്കുട്ടി സാറാണ്. ഞാനത് കേട്ടിട്ടില്ല. അങ്ങനെയാണ് ചെയ്തേക്കണത്. എന്നിട്ടോ സതീശൻ പറഞ്ഞതിനെ കുറിച്ച് ഇപ്പോൾ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല. മനോരമയും മാതൃഭൂമിയും കേരളമതിയും മറ്റ് പത്രങ്ങളെല്ലാം ഇങ്ങനെ പൊക്കിപ്പിടിച്ചു നടക്കുന്നതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും കുറച്ച് കാലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കും, പോട്ടെ. അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ അകത്ത് പ്രൈവറ്റ് കമ്പനിക്ക് ആദ്യമായിട്ട് ഈ മിനറൽസ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ധാതുക്കൾ ഖനനം ചെയ്യാൻ വേണ്ടി കൊടുത്ത അനുമതി UDFൻ്റെ ആണെന്ന് മനസ്സിലാക്കണം. ഒന്ന്, തമിഴ്നാട്ടിലും ഇന്ത്യക്കകത്തുള്ള ഒട്ടേറെ ആൾക്കാർ വീണ്ടും വന്നു ഇതിനു വേണ്ടിയിട്ട്. ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുത്തില്ല, നമ്മൾ കൊടുത്തില്ല. ഇനി വേറെ കേൾക്കണോ? നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം വലിയ വിവാദം എന്താ? അയ്യോ, KMML എന്നറിയപ്പെടുന്ന കമ്പനി, ആ കമ്പനി അവിടെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ധാതുകൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഒരു വിദേശ കമ്പനിക്ക്, ആന്ധ്രയിലുള്ള കമ്പനിക്ക് കൊടുത്തു എന്നതുകൊണ്ടാണ്. എന്ത് കൊടുത്തെന്ന്? അതായത് KMML ചെയ്യുന്ന ജോലി, KMML നടക്കുന്ന ആ പ്രോസസ്സിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ സബ്ബായിട്ട് വേറെ KMML ചെയ്യണത്. നിങ്ങൾ ഈ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു കോൺട്രാക്ട് മറ്റേ നാഷണൽ ഹൈവേ അതോറിറ്റിയോ അല്ലെങ്കിൽ എൻ്റെ PWD ആർക്കാണ് കൊടുക്കണേ? പ്രൈവറ്റ് വ്യക്തികൾ കൊടുക്കും. അവർക്ക് വിൽക്കാൻ പറ്റില്ല. അവർക്ക് വിൽക്കാൻ പറ്റില്ല, അവർക്ക് ഉപയോഗിക്കാൻ മാത്രമല്ല. അവർ ഈ സാധനം പ്രോസസ്സ് ചെയ്തതിന് ശേഷം നേരെ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കും. നമ്മുടെ കേരളത്തിലെ KMML ഏൽപ്പിക്കും. KMML ലാഭത്തിൽ പോകുന്ന കേരളത്തിലെ പൊതുമേഖല സ്ഥാപനമാണ്. പക്ഷെ മനോരമയ്ക്കകത്ത് വലിയ വാർത്തയാണ്. ആ വാർത്ത ആന്ധ്ര കമ്പനിക്ക് ധാതുമണൽ അതിൻ്റെ മറ്റേ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള അനുവാദം LDF കൊടുത്തു എന്നാണ്. സത്യത്തിൽ എന്താ? ഇതാണ് അതിനൊന്നും LDF വേറെ മോശം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ KMML ഒരു മോശം ചെയ്തിട്ടില്ല. ഇതാണ് സംഭവം. ഇങ്ങനെയുള്ള തട്ടിപ്പ് പരിപാടിയിൽ കൂടിയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ് നിങ്ങൾ കണ്ടോ? ഇപ്പം ഞാനിത് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ കുറക്കാലം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാര്യം, ഈ ബ്ലൂ ഇക്കോണിൻ്റെ കാര്യം ഇവിടെ നേരത്തെ ജോൺ ഫെർണാണ്ടസും അതുപോലെ തന്നെ സഖാവ് പ്രില്ലും എല്ലാവരും ചൂണ്ടിക്കാണിച്ചു. എന്താണോ ബ്ലൂ ഇക്കോണമി? സമുദ്രത്തിലെ സമ്പത്ത് വിറ്റ് തുലയ്ക്കാൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ, വിറ്റ് ഈ രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ റവന്യൂ നേട്ടമായിട്ട് മാറ്റാനാണെങ്കിൽ തെറ്റില്ല. പക്ഷെ ഇതിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാവില്ല എന്ന്. നിങ്ങൾ ഈ സാധാരണ ഇപ്പോഴത്തെ കാലത്ത്, പഴയ കാലത്തെ കട്ടമരല്ലോ മീൻ പിടിക്കാൻ പോകേണ്ട ഉപയോഗിക്കുന്നത്. ഇപ്പോഴുള്ള സാധാരണ ബോട്ടിൻ്റെ അകത്ത്, പഴയ കാലത്ത് വള്ളം തുഴഞ്ഞു പോയിക്കൊണ്ട സ്ഥാനത്ത് യന്ത്രം ഘടിപ്പിച്ച വള്ളമുണ്ട്, പിന്നെ ബോട്ടുണ്ട്. ആ ബോട്ട് 2 ആഴ്ചത്തേക്ക് ദൂരെ പോയതിനു ശേഷം മീനുമായിട്ട് വരുന്ന ബോട്ടുകളുണ്ട്. ഇത് കൂടാണ്ട് 1 മാസത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ബോട്ടുകളുണ്ട്. ഇതെല്ലാം ഉള്ള സംവിധാനമുണ്ട്. ശരി തന്നെ. അവർക്കിങ്ങനെ 1 മാസം പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തീരത്ത് മത്സ്യത്തിൻ്റെ വരവ് കുറവാണ്. ഇപ്പം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താൻ കാരണം എന്താ? ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താൻ ചെറിയ വല ഉപയോഗിച്ചിട്ട് ഈ മത്സ്യം പിടിക്കുന്ന ഈ പ്രജനന കാലത്ത് മത്സ്യം പിടിക്കുമ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങളടക്കമുള്ള ബാക്കി മൊത്തം വാരിയതിനു ശേഷം നല്ല എടുത്തിട്ട് ബാക്കിയുള്ളതിനെല്ലാം കടലിൽ പുറത്തേക്ക് ഇട്ടും. അപ്പോൾ ഈ മത്സ്യം മുഴുവനും നശിച്ച് പിന്നീട് മത്സ്യസമ്പത്തിൻ്റെ അളവ് നമ്മുടെ ഈ കടലിൻ്റെ മറ്റേ തീരപ്രദേശങ്ങളിൽ കുറയും. അതുകൊണ്ടാണ് ട്രോളിംഗ് നിരോധനം 2 മാസമൊക്കെ ഏർപ്പെടുത്തുന്നതിൻ്റെ കാര്യം. ഇതെല്ലാം മത്സ്യത്തൊഴിലാളി നേരിടുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ കേരളത്തിൻ്റെ അകത്തും ഇന്ത്യക്കകത്തും മറ്റു പല ഭാഗത്തും കേരളത്തിൽ മീൻ പിടിക്കാൻ പറ്റിയ ആൾക്കാർ മലയാളികൾ മാത്രമല്ലല്ലോ, തമിഴ്നാട്ടുകാർ, കുളച്ചൽ തുടങ്ങി തെക്കൻ ഭാഗത്തു നിന്നെല്ലാം വരുന്ന ആൾക്കാർ താമസിക്കുന്ന വൈപ്പിൽ താമസിക്കുന്നില്ലേ?
അത് പണ്ടുകാലം മുതലുള്ള ഏർപ്പാടാണ്. ചെല്ലാനത്തും വൈപ്പിൻ എല്ലാം ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്, അവരുടെ ബോട്ടുകളുണ്ട്. അതിലൊന്നും തെറ്റുള്ള കാര്യമല്ല, അങ്ങനെ വേണ്ടി വരും. നമ്മൾ പുറത്തും പോകുന്നുണ്ട്. അങ്ങനെയല്ലേ ഈ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ ശ്രീലങ്കൻ പോലീസിൻ്റെ പിടിയിലാവുന്നത്? കാരണം ഈ കടലിൻ്റെ അതിർത്തി നിശ്ചയിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളിക്ക് പറ്റുമോ? കൃത്യം ഈ നോട്ടിക്കൽ മൈൽ നോക്കാൻ പറ്റുമോ? അതുങ്ങൾ പിടിച്ച് പോകുമ്പോഴത്തേക്കും ഈ കാറ്റത്ത് ഈ ബോട്ടങ്ങ് നീങ്ങി പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അവരുടെ അതിർത്തി ചെല്ലും, അപ്പോൾ അവർ വെടിവെക്കും. നമ്മുടെ ഭാഗത്ത് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഈ മത്സ്യം പിടിക്കുന്നതിന് വേണ്ടി അങ്ങനെ പിടിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കായ മത്സ്യത്തൊഴിലാളികൾ, അല്ലെങ്കിൽ 10,000 മത്സ്യത്തൊഴിലാളികൾ, ലക്ഷക്കണക്കായ ജനങ്ങളും താമസിക്കുന്ന തീരദേശത്ത് ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനമാണ് ഈ ബ്ലൂ ഇക്കോണമി. എന്താണത്? അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ പറയും. ഞാൻ തന്നെ ഇവിടെ പലവട്ടം ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന്, ഈ അവരെ സംബന്ധിച്ചോളം പ്രജനനകാലമൊന്നും പ്രശ്നമല്ല. വലിയ കോർപ്പറേറ്റ് കമ്പനികൾ, ആ കമ്പനികൾ വന്നതിന് ശേഷമുള്ള കാലത്ത് അവർ വരുന്ന ഷിപ്പിലാണ്, വലിയ ഷിപ്പുകൾ. ആ ഷിപ്പുകൾ വന്നതിന് ശേഷം കടലിൻ്റെ അകത്ത് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലത്ത് ഒരു തമ്പടിയും അവർ നങ്കൂരിടും. നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ ആ ഷിപ്പിൽ നിന്ന് ഈ ചെറിയ ബോട്ടുകളിലേക്ക് പോയ ശേഷം മത്സ്യം കോരി ഈ ഷിപ്പിൽ കൊണ്ടുവന്ന്, ആ ഷിപ്പ് ഒരു ഫാക്ടറിയാണ്, അതതിൻ്റെ പ്രത്യേകത. ആ ഷിപ്പ് ഫാക്ടറിയാണ്. ആ ഷിപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം വിവിധ മത്സ്യങ്ങൾ അത് ക്ലീൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത ശേഷം അത് വിവിധ പെട്ടിക്കകത്താക്കിയ ശേഷം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് ആ ഹെലികോപ്റ്ററിൽ നിന്ന് നമ്മുടെ കരയിലേക്ക് വന്നിട്ട് ഈ സാധനം കൊണ്ടുപോകും. ഈ ഷിപ്പ് മാസങ്ങളോളം അവിടെ കിടക്കും. ഒരു ഭാഗത്തെ മത്സ്യം തീർന്നാൽ ആ ഷിപ്പ് വേറെ ഭാഗത്തേക്ക് പോകും. ഇതിൻ്റെ ഫലമായിട്ട് ഇത് സംഭവിക്കുന്നറിയോ? ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലെ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ കർണാടക ഗവൺമെൻറ്റിനോ അവരുടെ സമുദ്രാതിർത്തിക്കകത്തുള്ള മത്സ്യപ്പിടുത്തത്തിൻ്റെ ഭാഗമായി ഒരു പൈസയും ഒരു തരത്തിലുള്ള സെസ്സോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യമോ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനോ കേന്ദ്ര ഗവൺമെൻറ്റിനോ കിട്ടില്ല. ഇത് കൊണ്ടുപോയ ശേഷം അവർ വിദേശത്തേക്ക് കയറ്റി ചെയ്യും. അതിനുള്ള കംപ്ലീറ്റ് ഫാക്ടറിയും സംവിധാനങ്ങളും എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ ഗോഡൗൺ അവർക്കുണ്ട്. ഇതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ബ്ലൂ ഇക്കോണമി പരിപാടി. ഇങ്ങനെ ഈ പരിപാടിയിൽ കൂടി എന്ത് സംഭവിക്കും? ഇങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിലെ ഇവർ പിടിക്കുന്ന മത്സ്യങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യങ്ങളല്ല. ആ മത്സ്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം നശിച്ച് ഇപ്പം തന്നെ നമ്മുടെ കടലിൻ്റെ അകത്ത് നേരത്തെ കെട്ടിക്കൊണ്ടിരുന്ന മീൻ പലതും ഇല്ലല്ലോ, പുതിയ ചില പേരുകളുള്ള മീനുകളുള്ളത്. അപ്പം അങ്ങനെയുള്ള മത്സ്യത്തിൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ വർധനവ്, ആ മത്സ്യത്തിൻ്റെ സാധ്യതകളെല്ലാം അടയും. മത്സ്യത്തൊഴിലാളി ഈ ചെറിയ ബോട്ടുകളൊക്കെ ആയിട്ട് പോയ ശേഷം തിരിച്ച് വെറുതെ വരും. അപ്പോൾ അവരെങ്ങനെ ജീവിക്കും? ആ ജീവിക്കുന്ന കാലത്താണ് മത്സ്യത്തൊഴിലാളി നേരിടുന്നൊരു പ്രശ്നം. അത് ഭാവിയിൽ വരാൻ പോണ അതിഗുരുതരമായ പ്രശ്നമാണ്. എങ്ങനെ ജീവിക്കുന്ന പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടന നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ കാര്യം, കപ്പൽ വന്ന് അവിടെ പുറംകടലിൽ കിടക്കുന്നു, അത് ഫാക്ടറി ആവുമെന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമല്ല. അതൊക്കെ ചുമ്മാ വെറുതെ പറഞ്ഞുണ്ടാക്കണേ അല്ല. ഇപ്പോൾ ഈ ബോധ്യം വരാൻ പോവുക സംഗതി നേരിട്ട് അനുഭവത്തിലാവുകയാണ്. അപ്പം അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറുന്നു. ഇതാണ് ബ്ലൂ ഇക്കോണമി. ആ ബ്ലൂ ഇക്കോണമിക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ഇതുകൊണ്ടല്ല, നമ്മളല്ല. സമുദ്രം സംസ്ഥാനത്തിൻ്റെ അല്ല, സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇതുകൊണ്ടത്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ വരാൻ വേണ്ടി വേറെ സാധനമുണ്ട്. അമേരിക്ക ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കകത്ത് വിൽക്കാനും ഇന്ത്യക്കകത്ത് നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്ക കൊണ്ടുപോകാനും, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അത് തീരുവയൊന്നുമില്ല, ടാക്സും ഇല്ല. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് ആവശ്യം പോലെ ഏർപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഈ പറഞ്ഞ സംഗതി, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വന്നാൽ ഒരു കാര്യം കേൾക്കുമ്പോൾ രസമുള്ള കാര്യം, ഫ്രീ ട്രേഡ് അല്ലേ, ഒരു തടസ്സമൊന്നുമില്ലല്ലോ. പക്ഷേ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെക്കാൾ ഏത് ഉൽപ്പന്നവും നന്നായി പ്രോസസ്സ് ചെയ്യാനാവശ്യമായ ശാസ്ത്ര സാങ്കേതിക നേട്ടം പാശ്ചാത്യർക്കുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യക്കകത്ത് എവിടെയാണ് കൃഷി, നെൽകൃഷി യഥാർത്ഥത്തിൽ വ്യവസായമായിട്ടുള്ളത്? ഏതൊരു സ്ഥലത്തുണ്ട്. ഫ്രാൻസിലെ നെൽകൃഷി എന്ന് പറഞ്ഞാൽ നെല്ലടക്കമുള്ള ഗോതമ്പടക്കമുള്ള കൃഷിക്ക് അതിൻ്റെ സീഡിങ് ഉണ്ടല്ലോ, വിത്ത് വിതയ്ക്കൽ എങ്ങനെ അറിയാമോ? നമ്മുടെ കൃഷിക്കാർ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഈ വെള്ളത്തിൽ കിടന്ന് വാരി എറിയല്ലേ, ഹെലികോപ്റ്റർ വന്ന് ഈ മറ്റേ ഒരുക്കിയിട്ടുള്ള നിലത്ത് ആ വിത്ത് വിതയ്ക്കാണ് ഈ ഹെലികോപ്റ്റർ ചെയ്യണത്. ഹെലികോപ്റ്റർ ചെയ്യണേ. മെക്സിക്കോയിൽ പോയതാ. നമ്മുടെ ഇന്ത്യക്കകത്തുള്ളത് ഏർപ്പാടല്ലത്. ഇന്ത്യയിൽ ഇവിടെ ഉത്തർപ്രദേശിലോ മറ്റു സ്ഥലങ്ങളിലെല്ലാം ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നുണ്ടോ? അതിന് വളവിടുന്നത്, അതിന് മറ്റു കാര്യങ്ങൾ മാത്രമല്ല. പാശ്ചാത്യ രാജ്യങ്ങൾ, ഫ്രാൻസ് ആവട്ടെ, ബ്രിട്ടൻ ആവട്ടെ, മറ്റു രാജ്യങ്ങളാവട്ടെ, ആ രാജ്യങ്ങളെല്ലാം കൃഷിയെ വ്യവസായത്തിൻ്റെ പരിഗണനയിലാണ്. വ്യവസായം പോലെയുള്ള സംരക്ഷണങ്ങളെല്ലാം കൃഷിക്കുണ്ട്. വ്യവസായത്തിൻ്റെ സംരക്ഷണം നമ്മുടെ കേരളത്തിൽ കൃഷിക്കുണ്ടോ? ഇല്ലല്ലോ. ഇന്ത്യയിൽ എവിടെയുണ്ട്? ഒരു സ്ഥലത്തുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, വ്യവസായത്തിനുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങൾ കൃഷിക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ, ആ കാർഷിക ഉൽപ്പന്നങ്ങൾ നല്ല ഗംഭീരമായി പ്രോസസ്സ് ചെയ്തതിന് ശേഷം പാക്കറ്റിലാക്കി ഇവിടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ ആപ്പീസ് പൂട്ടും. ഇങ്ങനെയാണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്.
നേരത്തെ ഒരു അനുഭവം ഞാൻ പറയാം. മെക്സിക്കോയും അമേരിക്കയും കാനഡയും കൂടി ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതിൻ്റെ പേരെന്നറിയോ? നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ്, നാഫ്ത, NAFTA, നാഫ്ത. 92-ലത്, 92-ലോ 91-ലോ. ഈ നാഫ്തക്കെതിരായ അവസാനം മെക്സിക്കോയിലെ കൃഷിക്കാർ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, ആ സ്ഥലത്തിൻ്റെ പേര് ച്യാപ്പാത്ത് എന്ന പ്രവിശ്യയാണ്. ആ പ്രവിശ്യയിലെ കൃഷിക്കാർ ആയുധെടുത്തു. കാരണം കൃഷി മുഴുവൻ തീർന്നു. അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ ഇറങ്ങിയ ശേഷം ഈ കൃഷിയും വിളവെടുപ്പും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ ച്യാപ്പാത്ത് പ്രവിശ്യയിലെ കൃഷിക്കാർ ആയുധമെടുത്തു. ആ ആയുധമെടുത്ത കൃഷിക്കാരെ ആക്രമിക്കാൻ വേണ്ടി ഈ മെക്സിക്കൻ ഗവൺമെൻറ് അവസാനം പട്ടാളത്തെ ഇറക്കേണ്ടി വന്നു.